തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ്. മഴയെ തുടർന്ന് നറുക്കെടുപ്പ് മാറ്റിവെക്കുകയായിരുന്നു. സെപ്റ്റംബർ 27 ആദ്യം നറുക്കെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഇപ്പോൾ നാളെയാണ് നറുക്കെടുപ്പ് നാളെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിശ്ചയിച്ച തീയതി, അതിന് കാരണമായി പറഞ്ഞത് മഴ കാരണം ഒരുപക്ഷെ ഈ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിക്കാൻ കഴിയാതെ പോകും എന്നൊക്കെയായിരുന്നു. അത് പ്രതീക്ഷിച്ചതുപോലെ ആ ടിക്കറ്റുകൾ വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റസ് മനീഷ്? പ്രജിൻ, സംസ്ഥാനത്ത് ഇത്തവണ 75 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ച് വിറ്റഴിച്ചിട്ടുള്ളത്. അങ്ങനെ നേരത്തെ കഴിഞ്ഞ മാസം 27 തീയതി ഓണം ബമ്പർ നറുക്കെടുപ്പ് തീരുമാനിച്ചിരുന്നെങ്കിലും GSTയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മാറ്റം, ഒപ്പം തന്നെ കാലാവസ്ഥ, മഴയൊക്കെ തന്നെ ഉള്ളതുകൊണ്ടും ഈ കച്ചവടക്കാരും ഒപ്പം തന്നെ ഏജന്റുകാരുടെ അഭ്യർത്ഥന പ്രമാണിച്ചാണ് പിന്നീട് മാറ്റിവെച്ചത്. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലായിരിക്കും ആരാണ് 25 കോടി രൂപയുടെ ഭാഗ്യവാൻ. 25 കോടി മാത്രമല്ല, താഴേക്ക് ഒട്ടേറെ സമ്മാനങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന ഒരു കടയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ കടക്കാരൻ പറയുന്നത് ഏകദേശം ടിക്കറ്റുകളൊക്കെ തന്നെ അച്ചടിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന ടിക്കറ്റുകൾ ഏറെ കുറേയും വിറ്റഴിച്ചു, അതായത് ഇവിടെ നിന്ന് വിറ്റഴിഞ്ഞ് പോയി കഴിഞ്ഞു. അപ്പോൾ ടിക്കറ്റുകളൊക്കെ തീരാറായി. ടിക്കറ്റ് കഴിഞ്ഞായിരുന്നു. നമ്മളേലും ഒന്നും തന്നെ ഇല്ല. ഇപ്പോഴും ആൾക്കാർ വരണുണ്ട് ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയായിട്ട്. ബമ്പറുണ്ടോ ഇനി എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. നമ്മളെല്ലാം ഉച്ചയ്ക്ക് തന്നെ എല്ലാം കഴിഞ്ഞായിരുന്നു. ടിക്കറ്റ് എല്ലാം വിറ്റ് കഴിഞ്ഞായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞായിരുന്നു. എത്രത്തോളം ടിക്കറ്റ് വിറ്റ് വിടുന്നു? നമ്മള് ഒരു 20 അടുപ്പിച്ചോളം വിറ്റായിരുന്നു. 20,000 അടുപ്പിച്ചോളം വിറ്റായിരുന്നു. ഒരു തവണ ഭാഗ്യം വന്നിട്ടുള്ള കടയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഈ കട നോക്കി തന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കണേ. നമുക്ക് അടുത്ത് കിട്ടുമെന്ന്, ഈ കടയ്ക്ക് തന്നെ വീണ്ടും കിട്ടുമെന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഭാഗ്യം നേരത്തെ കടാക്ഷിച്ചിട്ടുള്ളൊരു കടയാണ്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലാണ് സംസ്ഥാനത്ത് അവർക്ക് 4ാം സ്ഥാനമാണ് ഈ ടിക്കറ്റ് വിറ്റഴിച്ചത്. 1ാം സ്ഥാനം അത് പാലക്കാട് ജില്ലയിലാണ്. 14,07,100 ടിക്കറ്റാണ് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചത്. ആ ജില്ലയിലാണ്. 2ാമത് തൃശ്ശൂർ ജില്ലയിലാണ്. അത് 9,37,400 ടിക്കറ്റുകളാണ് തൃശ്ശൂർ ജില്ലയിൽ വിറ്റഴിച്ചത്. 3ാം സ്ഥാനത്താണ് തിരുവനന്തപുരം. അവിടെ 8,75,900 ടിക്കറ്റുകളും തിരുവനന്തപുരം ജില്ലയിൽ വിറ്റഴിച്ചിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 25 കോടി രൂപയുടെ ഭാഗ്യവാൻ ആരാണെന്നുള്ളത്. 2ാം സമ്മാനം 20 പേർക്കാണ്. 2ാം സമ്മാനം 1 കോടി രൂപ 20 പേർക്കാണ്. ഒപ്പം തന്നെ 3ാം സമ്മാനമായി 50 ലക്ഷം രൂപയാണ് 20 പേർക്ക്. 4ാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, 5ാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നു എന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ മണിക്കൂറുകൾ മാത്രമാണ് സംസ്ഥാനത്തെ ഓണം ബമ്പറിന്റെ ആ വിജയിതാക്കളെ അല്ലെങ്കിൽ അതിന്റെ ഭാഗ്യവാനെ തിരിച്ചറിയാൻ. ശരി, എന്തായാലും ആ ബമ്പർ ഭാഗ്യശാലി അറിയാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നാളെയാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ് നടക്കുക. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.